ഇടുക്കി കഴിഞ്ഞ 2-3 ദിവസമായി ശ്രദ്ധാകേന്ദ്രമാണ് ഇടുക്കി ഡാം തുറന്ന പശ്ചാത്തലം. പക്ഷേ അപ്പോഴും ഒരു പ്രധാന വിവരം ഗോപി, ഇടുക്കി ഡാമിലെ ജലനിരപ്പ് ഒട്ടും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. 1,00,000 ലിറ്റർ വെള്ളം വെച്ച് ഒരു സെക്കൻഡിൽ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിൽ പോലും വൃഷ്ടിപ്രദേശങ്ങളിൽ വലിയ മഴ പെയ്യുന്നു. ഇന്നലെ രാത്രിയിലും കാര്യമായ മഴയുണ്ടായി എന്നാണ് വിവരം. അനീഷ്, ഈ ജലവിധാനം ഇപ്പോഴും ആ തരത്തിൽ താഴേക്ക് പോകുന്നില്ല, അങ്ങനെയാണ് നമുക്ക് രാവിലെ അനീഷ് പറഞ്ഞത്. സാഹചര്യം അങ്ങനെ തന്നെയല്ലേ? എന്തെങ്കിലും വ്യത്യാസം ഉണ്ടായിട്ടുണ്ടോ? രഞ്ജിത്ത്, നമുക്കിപ്പോൾ ലഭ്യമായിരിക്കുന്നത് പുലർച്ചെ 5 മണിക്കും ഇപ്പോൾ 6 മണിക്കും പുറത്തിറക്കിയ ഈ ജലനിരപ്പുമായി ബന്ധപ്പെട്ട കണക്കുകളാണ്. 5 മണിക്ക് 2398.20 അടിയായിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ്. എന്നാൽ ഇപ്പോൾ 6 മണിക്ക് ലഭിക്കുമ്പോൾ 2398.18 അടിയായി ഒരു നേരിയ കുറവ് വന്നിട്ടുണ്ട്. പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇടുക്കി അണക്കെട്ടിലെ 3 ഷട്ടറുകൾ തുറന്ന് 35 സെൻറ്റിമീറ്റർ വീതം തുറന്ന് 3 ഷട്ടറുകളിലൂടെ 1,00,000 ലിറ്റർ വെള്ളം ഒരു സെക്കൻഡിൽ ഒഴുക്കുമ്പോഴും ആ സമയത്ത് 2398.08 ആയിരുന്നു അണക്കെട്ടിലെ ജലനിരപ്പ്. എന്നാൽ ഇപ്പോൾ 2398.18 ആയി മാറിയിരിക്കുന്നു. 10 അടിയുടെ വ്യത്യാസമാണ് ഇപ്പോഴും അണക്കെട്ടിലുള്ളത്. അതായത് ഷട്ടർ തുറന്ന് വെള്ളം ഒഴുക്കാൻ തുടങ്ങിയിട്ടും അണക്കെട്ടിലെ ജലനിരപ്പിൽ കാര്യമായൊരു മാറ്റം വന്നിട്ടില്ല. അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർന്നു നിൽക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. ഒപ്പം അണക്കെട്ടിലെ ആകെ സംഭരണശേഷിയുടെ 94.35% വെള്ളം ഇപ്പോൾ അണക്കെട്ടിലുണ്ട്. അണക്കെട്ട് തുറന്നു വിട്ട മിനിയാന്ന് 94.26% വെള്ളമായിരുന്നു ഉണ്ടായിരുന്നത്. അതായത് ജലമൊഴുക്ക് ഇപ്പോഴും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അണക്കെട്ടിനുള്ളിലേക്ക് വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളത്തിൻ്റെ അളവ് വർദ്ധിച്ചിരിക്കുന്നു. എന്നാൽ ഈ ഷട്ടർ വഴിയും ഒപ്പം മൂലമറ്റം പവർ ഹൗസിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിച്ചും കടത്തിവിടുന്ന വെള്ളവുമായി പരിശോധിക്കുമ്പോൾ എത്തുന്ന വെള്ളത്തിൻ്റെ അളവ് തന്നെയാണ് കൂടുതലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇന്നലെ രാത്രി വൃഷ്ടിപ്രദേശങ്ങളിൽ നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിരുന്നു. എന്നാൽ ഇന്ന് പുലർച്ചെ മുതൽ മഴ അകന്നു നിൽക്കുന്നു. അതാണ് ഈ അവസാനം ലഭിച്ച റിപ്പോർട്ടിൽ 0.2 ഒരു ചെറിയ മാറ്റം വന്നിരിക്കുന്നത്. 18-20 നിന്നുള്ളത് 18 മാറിയിരിക്കുന്ന ഒരു ചെറിയ ആശ്വാസകരമായ സാധ്യതയാണ്. ഒപ്പം മുല്ലപ്പെരിയാർ അണക്കെട്ടിലെ ജലനിരപ്പും ഉയർന്നു തന്നെ നിൽക്കുന്നു. 134 ആയിരുന്നു ഇന്നലെ ഉണ്ടായിരുന്ന ജലനിരപ്പെങ്കിൽ ഇപ്പോൾ 134.80. അതായത് ഒരടിയോളം വെള്ളം മുല്ലപ്പെരിയാർ അണക്കെട്ടിലും വർദ്ധിച്ചു വരുന്ന ഒരു കാഴ്ച തന്നെയാണ് കാണാൻ കഴിയുന്നത്. ഒപ്പം ഇടുക്കിയിലെ ചെറുകിട അണക്കെട്ടുകൾ, കല്ലാർ അണക്കെട്ട് പുലർച്ചെ 2 മണിയോടുകൂടി തുറന്നു വിട്ടിരിക്കുന്നു. അതുകൊണ്ട് മുതിരപ്പുഴയാർ, ചിന്നാർ എന്നിവയിലൊക്കെ ജലനിരപ്പ് കൂടുമെന്ന് അധികൃതർ മുന്നറിയിപ്പ്. പുതിയ സാഹചര്യം നമുക്ക് മഴയുടെ കാര്യത്തിൽ ഇപ്പോൾ രാത്രിയിലൊക്കെ വലിയ ശക്തമായ മഴയുണ്ടായിരുന്നു. മഴ തുടരുമെന്ന് പറയുന്നു. ഇന്ന് വലിയ തോതിൽ മഴയുണ്ടാകും എന്നുള്ള പ്രവചനമൊക്കെ ഉണ്ട്. ആ സാഹചര്യത്തിൽ ഈ കൂടുതലായി അണക്കെട്ട് ഈ ഷട്ടറുകൾ ഉയർത്തുക, അത്തരം സാഹചര്യങ്ങൾ, കൂടുതൽ വെള്ളം തുറന്നു വിടുക, ഇതൊക്കെ വിലയിരുത്താനുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഉന്നത യോഗമോ മറ്റോ ഇടുക്കിയിൽ നടക്കാൻ സാധ്യതയുണ്ടോ? ഇന്ന് അങ്ങനെ ഒരു വിലയിരുത്തലിൻ്റെ ആവശ്യമുണ്ടല്ലോ ഇപ്പോൾ സാഹചര്യത്തിൽ. പക്ഷേ വല്ലാതെ കണ്ട് അണക്കെട്ടിലെ ജലനിരപ്പ് ഉയർത്തേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ KCB അധികൃതരുമായി ബന്ധപ്പെട്ടപ്പോഴും അവർ പറയുന്നത്. കാരണം ഒരു അതിവർഷം എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു വലിയ അതിതീവ്ര മഴയെന്ന രീതിയിൽ ഇടുക്കി അണക്കെട്ടിൻ്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ പെയ്യുന്നില്ല. ഒപ്പം താഴ്വാരത്തിലേക്ക് നോക്കിയാലും അവിടെയും ഈ ഇടുക്കിയിലെ ജലത്തിനൊപ്പം പെയ്ത്ത് മഴ കൂടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭീകരാന്തരീക്ഷമുണ്ട്. അത്തരമൊരു സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് കാര്യങ്ങൾ നിയന്ത്രണ വിധേയമായി തന്നെ മുന്നോട്ട് പോകുന്നു. ഇത്തരത്തിലൊരു മഴ കണക്കിലെടുത്താണ് നേരത്തെ തന്നെ അണക്കെട്ട് തുറന്നു വിട്ടത്. അതുകൊണ്ട് ഈ അളവിൽ തന്നെ ജലം തുറന്നു വിടുന്നത് മതിയാകുമെന്നൊരു വിലയിരുത്തലാണുള്ളത്. കാരണം 1, 2, 3 അടിയോ കൂടി വെള്ളം അണക്കെട്ടിൽ കൂടിയാലും കാര്യമായൊരു പ്രശ്നമുള്ള സാഹചര്യം നിലവിലില്ല. അതുകൊണ്ട് അണക്കെട്ടിലെ കൂടുതൽ ഷട്ടറുകൾ തുറക്കുന്നതിനെ പറ്റി KCB ആലോചിച്ചിട്ടില്ല. ഒപ്പം അണക്കെട്ടിലെ ഷട്ടറുകൾ അടയ്ക്കുന്നതിനെ പറ്റിയുള്ള ആലോചനകളും ഈ ഘട്ടത്തിലില്ല. എന്തായാലും ഇന്നും നാളെയും കൂടെ കടന്നു പോയാൽ മാത്രമാകും ഇത് സംബന്ധിച്ചൊരു കൃത്യമായ തീരുമാനത്തിലേക്ക് എത്തുക. എന്തായാലും പൊതുവിലെ ഇടുക്കി ജില്ലയിലെ മഴയും സാഹചര്യവും എങ്ങനെയുണ്ട് ഇന്ന് രാവിലെയോടുകൂടി? രാവിലെ ഏതാണ്ട് ഇപ്പോൾ തെളിഞ്ഞ കാലാവസ്ഥയിലേക്ക് ഇടുക്കി മാറിയിട്ടുണ്ട്. സൂര്യപ്രകാശമൊക്കെ വന്നു തുടങ്ങി. പക്ഷേ ഇന്നലെ രാത്രി ഇതായിരുന്നില്ല സ്ഥിതി. ഏതാണ്ട് പുലർച്ചെ ഒരു 5 മണി വരെ നല്ല രീതിയിൽ തന്നെ മഴ പെയ്തിരുന്നു. മൂന്നാറിൽ മാത്രമല്ല ഇടുക്കി ജില്ലയുടെ ഹൈറേഞ്ച് മേഖലകളിലൊക്കെ കാര്യമായി തന്നെ മഴ പെയ്തു എന്നാണ് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാവുന്നത്. ഇതിൻ്റെ ഏറ്റവും പ്രധാന തെളിവാണ് ഈ മാട്ടുപ്പെട്ടി അണക്കെട്ട് പോലുള്ള അണക്കെട്ടുകൾ, കല്ലാർ അണക്കെട്ടൊക്കെ തുറന്നു വിടാനൊരു തീരുമാനമെടുത്തിരിക്കുന്നത്. അതായത് അത്തരം ഇടങ്ങളിൽ നിന്നും കൂടുതൽ വെള്ളം അണക്കെട്ടിലേക്ക് ഒഴുകിയെത്തുന്ന സാഹചര്യമുണ്ട്. പക്ഷേ
മൂന്നാറിലും മറ്റുമൊക്കെ ഒരു അതിതീവ്ര മഴ എന്ന രീതിയിലേക്ക് പെയ്യാൻ തുടങ്ങിയിട്ടില്ല. എന്തായാലും കനത്ത ജാഗ്രത തന്നെയാണ് അധികൃതർ പുലർത്തുന്നത്. ദേശീയ ദുരന്ത നിവാരണ സേനയും ഒക്കെ കൃത്യമായി സജ്ജമാക്കി തന്നെ നിർത്തിയിട്ടുണ്ട്. കാരണം ഏത് മേഖലയിൽ നിന്നാണ് ഒരു അനിഷ്ട വാർത്ത അല്ലെങ്കിൽ ഒരു ഉരുൾപൊട്ടൽ, മണ്ണിടിച്ചിൽ എന്നിവയുമായി ബന്ധപ്പെട്ട വാർത്ത കേൾക്കാൻ കഴിയുന്നത് എന്ന് അധികൃതർക്ക് പോലും പ്രവചിക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. എന്തായാലും ഏത് സാഹചര്യത്തെയും നേരിടാൻ സജ്ജമായി കഴിഞ്ഞിരിക്കുന്നു. ഈ മുതിരപ്പുഴയാറിലെയും മറ്റുമൊക്കെ വെള്ളം കൂടുമ്പോൾ ഒരുപക്ഷെ പെരിയാറിലെ ജലനിരപ്പും ഒരു നേരിയ തോതിൽ ഒരു വർധനവിനുള്ള സാധ്യതകളും കാണുന്നു. പക്ഷേ വലിയൊരു അപകടത്തിന് അല്ലെങ്കിൽ ആശങ്കയ്ക്കുള്ള യാതൊരു സാഹചര്യവും നിലവിൽ ഇല്ല. തീർച്ചയായും അതാണ് ഇടുക്കിയിൽ നിന്നുള്ള വിവരം. നമുക്കിനിയും